ഹലോ, അപ്പോൾ വെൽക്കം ടു ടീ നൈറ്റ് അലമ്പാക്കല്ല് ചായ. അപ്പോൾ വെൽക്കം ടു അവർ മനുഷ്യനെ കൊണ്ട് തോറ്റ് സുന്ദരിയായിട്ടുണ്ടോ? അപ്പം വെൽക്കം ടു അവർ ഞങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ അല്ലേ? പറ. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് എന്തിട്ടാ? പേര് അതുപോലും അറിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്നിട്ടാന്ന് പറഞ്ഞേ? യെസ്, തുടങ്ങാം. ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഡ്രസ്സ് ഇടിപ്പിക്കുന്നത്. അപ്പം ജോഷു ചെറുതാകുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അവന് നല്ല ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കുഞ്ഞിപ്പെണ്ണിനും കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാനപ്പോൾ ഈ ഡ്രസ്സ് അവൾക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ, സൈസൊക്കെ ഓക്കെ ആണോ എന്ന് അറിയാനായിട്ട്. നമ്മുടെ മുതൽ 0 സൈസ് ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം 1 ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ അവൾക്ക് പാകമാണ്. അപ്പോൾ അന്ന് ഇട്ടപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഊരാനായിരുന്നു എനിക്ക് പാടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഊരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആൾക്ക് ഇടാൻ ഇത്തിരി വാശിയാണ് കേട്ടോ. കൂടുതൽ വാശി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആൾക്ക് അവളുടെ ഹോമിയോ ഗുളികയുടെ പൗച്ചൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചായനാണ് മാറ്റിക്കണത്. അപ്പോൾ ഇച്ചായ മാറ്റിക്കുമ്പോൾ അധികം ഒന്നും വാശി പിടിക്കാറില്ല രണ്ടുപേരും. ഞാനിട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഓടലും ചാടലും ഒക്കെ ഉണ്ടാവാം. ഇച്ചായൻ്റെ അടുത്ത് കുറച്ചുകൂടി ഡീസൻ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇനി വേഗം ഡ്രസ്സൊക്കെ മാറി നമ്മൾ ബുള്ളറ്റിലിരുത്തിയിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. കാരണം ജോഷുവിൻ്റെ ഫോട്ടോസിൽ എനിക്ക് അവൻ ബുള്ളറ്റിലിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിഞ്ഞൂടാ, നമ്മുടെ വിചാരങ്ങളൊന്നും ഇതുവരെ പിള്ളേർ ശരിയാക്കി തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും അവസ്ഥ എന്നൊന്നും ഐഡിയ ഇല്ല. എന്തായാലും നമ്മൾ ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് പോകണം. ബുള്ളറ്റിലിരുത്തിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അപ്പം താഴത്തേക്ക് നമ്മൾ ചെന്നപ്പം ആൾ എന്താണാവോ ഭയങ്കര ഡീസൻ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ആൾക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കാരണം നന്നായിട്ട് തന്നെ പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരം തീരെ പ്രതീക്ഷിച്ചില്ല അവൾ ഇത്രയ്ക്കും നമ്മളോട് ഭയങ്കര സഹകരിച്ച് നിൽക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവൾ അങ്ങനെ ഇരുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല ഫോട്ടോസൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവൾക്ക് വാങ്ങിച്ച സൺഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സൺഗ്ലാസും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു സ്റ്റൈലൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടത്തോടു കൂടി തന്നെയാണ് കേട്ടോ ആളിരിക്കുന്നത്. ശരിക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ ഇച്ചായൻ നിർത്താൻ തോന്നുന്നില്ല. ഇച്ചായൻ വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവളാണെങ്കിൽ പോസ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് പറയാം. കാരണം നമ്മൾ ക്രിസ്മസ് ആയിട്ടില്ല, നവംബറാണ്. പക്ഷെ നമുക്ക് ഈ നവംബർ പകുതി ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ക്രിസ്മസ് വൈബ് തുടങ്ങാറുണ്ട്. അതായത് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് എങ്ങനെ സൂപ്പറാക്കാം, പിന്നെ എന്തൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനെയും അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു വർഷം ഫുൾ നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ ഡിസംബറിലേക്കാണ്. അപ്പം നമുക്ക് ഡിസംബറിൽ ശരിക്കും ക്രിസ്മസിൻ്റെ ഒരു സന്തോഷം മാത്രമല്ല, വേറൊരു സന്തോഷം കൂടിയുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഈ ഡിസംബർ ലാസ്റ്റോടു കൂടി അറിയും. അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്.
അപ്പം അങ്ങനെയാണ് നമ്മുടെ ഡിസംബർ വിശേഷങ്ങൾ. അപ്പം ഇന്നിപ്പം നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് ചെറിയൊരു ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളിനിയും നമ്മുടെ വീട്ടിൽ നമ്മൾ ട്രീ സെറ്റ് ചെയ്യും. അതൊക്കെ ഭയങ്കര നമ്മൾ ഡ്രസ്സായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ ട്രീ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും. പിന്നെ ക്രിസ്മസ് ഷോപ്പിംഗ് ഉണ്ടാവും. ഷോപ്പിംഗ് എന്ന് പറയാനായിട്ട് ഒന്നും നമ്മൾ വാങ്ങിയില്ല, നമ്മൾ ചുമ്മാ അങ്ങനെ നടന്ന് കാണാം. ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ച് പേരൊക്കെ അങ്ങനെ ആയിരിക്കും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത് നമ്മളുണ്ടാവും. പിന്നെ നമ്മുടെ ക്രിസ്മസിന് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ നമുക്ക് കുറേ സ്പെഷ്യൽ വീഡിയോസ് നമുക്കുണ്ടാവും. രസമുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ത്രില്ലിലാണ്. എനിക്ക് ഈ നവംബർ പകുതി ആകുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ത്രില്ഡായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിസംബർ. ആ ഡിസംബർ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ദൈവം എനിക്ക് ആ ഡിസംബറിലൊരു വലിയൊരു ഗിഫ്റ്റ് തന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും എന്നുള്ളത്. ഗസ് ചെയ്യണേ, ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഗസ് ചെയ്യണം കേട്ടോ എന്തായിരിക്കും എൻ്റെ ആ ഒരു സന്തോഷം എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ടാറ്റ പറഞ്ഞേ. ഒക്കെ വെണ്ടോ? ടാറ്റ 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 കണ്ടില്ല. അപ്പം ടാറ്റ. എൻ്റെ